ചതിച്ചത് ഭാര്യയാണ്. ഭാര്യയ്ക്ക് നൽകിയ സീറ്റും മത്സരിക്കാനുള്ള ടിക്കറ്റുമാണ് പണി നൽകിയത് എന്ന് സ്വയം തലകുനിച്ച് സമ്മതിക്കേണ്ടി വരികയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക്. അതുമാത്രമല്ല, ഇനി ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് കൈകൂപ്പി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. സത്യം പറഞ്ഞാൽ ഒടുക്കം പിണറായി വിജയനും ഗോവിന്ദനും തങ്ങൾ തോറ്റു എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ആ തോൽവിക്ക് കാരണം ഞാനും എൻ്റെ ഭാര്യയുമാണെന്ന് ഗോവിന്ദൻ പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നു. ഒപ്പം വലിയ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് താൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതാണ് ഇത്ര വലിയ കനത്ത തിരിച്ചടിക്കും അരാജകത്വത്തിനും കാരണമെന്ന് CPMൻ്റെ ഇപ്പോഴത്തെ കാരണഭൂതനായ പിണറായിയും ഒടുവിൽ തലകുനിച്ച് സമ്മതിക്കുകയാണ്. ഇനി താൻ വെള്ളാപ്പള്ളിയെ സുഖിപ്പിക്കില്ല എന്നും കിട്ടുന്ന സമയത്തൊക്കെ ശക്തമായി എതിർക്കുമെന്നും കൂടി പിണറായിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ UDF അങ്ങനെ പറയിപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത പരാജയം തങ്ങളെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സമിതി യോഗം ചേർന്നിരിക്കുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി മുൻകാലങ്ങളിൽ സ്വീകരിച്ച പല വിട്ടുവീഴ്ചാ നിലപാടുകളും ഒടുവിൽ തിരിച്ചടിയായി മാറിയെന്ന് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു സംസ്ഥാന സമിതിയിലെ ചർച്ചകളിൽ ഉടനീളം ഉയർന്നു കേട്ടത്. സ്വന്തം ഭാര്യയെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥിയാക്കാൻ മുന്നിൽ നിന്ന് തീരുമാനിച്ചതിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് ഇപ്പോൾ കടുത്ത കുറ്റബോധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കുടുംബവാഴ്ചയെന്നോ നേതാക്കളുടെ താൽപ്പര്യങ്ങളെന്നോ ഉള്ള ആക്ഷേപങ്ങൾക്ക് ഇതിടയാക്കിയെന്നും ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകരാൻ ഇത്തരം തീരുമാനങ്ങൾ കാരണമായെന്നും വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടിക്ക് മുന്നിലുള്ള ഏക വഴി സ്വയം തിരുത്തുക എന്നത് മാത്രമാണ്. ഈ തിരിച്ചറിവിലാണ് തെറ്റുതിരുത്തൽ എന്ന കർശനമായ നയം വ്യക്തമാക്കി മുന്നോട്ടു പോകാൻ പാർട്ടി ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇനി വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയോ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയോ ഉള്ള യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് CPM നേതൃത്വം മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒരേപോലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്ന കടുത്ത തീരുമാനമെടുത്തത്. മുൻപ് പലപ്പോഴും മൃദു സമീപനം കാണിച്ചു എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ ചുവയുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും ഇനി മുതൽ പരസ്യമായി ശക്തമായും പാർട്ടി തള്ളിപ്പറയും. ഇനി ഒരു തരത്തിലും അത്തരം പ്രവണതകളോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് പാർട്ടി ഇതിലൂടെ നൽകുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നതിനൊപ്പം തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് ഉയർത്തുന്ന വർഗീയ അജണ്ടകളെയും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ സംസ്ഥാന സമിതിയിൽ ധാരണയായി കഴിഞ്ഞു. ഇരുവിഭാഗങ്ങളിൽ നിന്നുമുള്ള വർഗീയ നീക്കങ്ങളെ ഒരുപോലെ പ്രതിരോധിച്ചാൽ മാത്രമേ ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ സാധിക്കൂ എന്ന വലിയ വിലയിരുത്തലിലാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. നയപരമായ മാറ്റങ്ങൾക്കപ്പുറം പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റിയ പ്രധാന വില്ലൻ ആ വില്ലൻ നേതാക്കളുടെ പെരുമാറ്റ രീതികൾ തന്നെയാണ്. ധാർഷ്ട്യം നിറഞ്ഞ ശരീരഭാഷയും ജനങ്ങളോടുള്ള അഹങ്കാരത്തോടെയുള്ള സമീപനവും അടിയന്തരമായി മാറ്റണമെന്ന് സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. ജനങ്ങളോട് വിനയത്തോടെയും കാര്യങ്ങൾ വിശദീകരിച്ചും സംസാരിക്കാൻ നേതാക്കൾ ശീലിക്കേണ്ടതുണ്ട്. അധികാരം തലക്ക് പിടിച്ച രീതിയിലുള്ള ശരീരഭാഷ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ പാർട്ടി വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന് കാരണമായി കഴിഞ്ഞു. താഴെത്തട്ടിലുള്ള അണികളുമായും സാധാരണക്കാരായ ജനങ്ങളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയും വേണം. ജനങ്ങളുടെ ആവലാതികൾക്ക് നേരെ മുഖം തിരിക്കുന്ന രീതി ഇനിമേലിൽ ആവർത്തിക്കരുത്. തെറ്റുകൾ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തുറന്ന് സമ്മതിച്ച് ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാനാണ് ഇപ്പോൾ CPM അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കനത്ത തോൽവിക്ക് ശേഷം അഹങ്കാരവും ധാർഷ്ട്യവും മാറ്റിവെച്ച് തിരുത്തലുകൾക്ക് പൂർണ്ണമായും വിധേയമായി മാത്രമേ ഇനി ഈ മുന്നണിക്ക് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ഉയർന്ന നേതാക്കൾക്ക് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. തെറ്റുകൾ തിരുത്തി ജനങ്ങളിലേക്ക് മടങ്ങുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ളത്.